ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് മധുരമുള്ള കാരക്കപ്പം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 കിലോ മൈദ, പിന്നെ ഒരു ചെറിയ നുള്ള് അപ്പസോഡ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പുപൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി, ഒരു മീഡിയം സൈസുള്ള കോഴിമുട്ട 3 എണ്ണം, പിന്നെ 2 കപ്പ് അതായത് 375 ഗ്രാം ഉണ്ടാവും പഞ്ചസാര, പിന്നെ 100 ഗ്രാം പശുനെയ്യ്. പശുനെയ്യിൻ്റെ കളർ ഇങ്ങനെയുള്ളത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പശുനെയ്യാണ്. പിന്നെ അതുകൊണ്ട് കളറൊന്നും മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ആ കളർ ഇങ്ങനെ. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പൊരിക്കാനുള്ള ആവശ്യമുള്ള വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് മൈദയിലേക്ക് ഈ ഉപ്പും അപ്പസോഡ ഇട്ടൊന്ന് അരിച്ചെടുക്കാം. മൈദയും അപ്പസോഡയും ഉപ്പും കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കൈ കൊണ്ട് വേണം നമ്മളത് അടിച്ചെടുക്കാൻ. അധികം പതഞ്ഞ് പോകാൻ പാടില്ല. വിസ്കോ അതുപോലെ ഫോർക്കൊന്നും ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വിസ്കോ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമ്മളത് അടിക്കുകയാണെങ്കിൽ നന്നായി പതഞ്ഞ് വന്നിട്ട് സോഫ്റ്റായി പോവുള്ളൂ. നമ്മൾ പൊരിച്ചു കഴിഞ്ഞാൽ ഈ മധുരമുള്ള കാരക്കപ്പം ക്രിസ്പി ആയിരിക്കില്ല. അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ ആക്കണമെന്ന് പറയുന്നത്. ഈ പഞ്ചസാര ഒന്ന് കുറച്ചൊന്ന് അലിഞ്ഞ് വരുന്ന വരെ ഒരു 5 മിനിറ്റ് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ ഒരുവിധം മിക്സ് ആയിട്ടുണ്ട്. പഞ്ചസാര കുറച്ചും കൂടി അലിയാനുണ്ട്. അതിനി നമ്മൾ മാവ് ഇട്ടിട്ട് കുഴയ്ക്കുമ്പോൾ ശരിയായിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ പശുനെയ്യിൽ നിന്ന് കുറച്ച് ബാക്കി വയ്ക്കാം. നമ്മൾ ഉരുളകളാക്കുമ്പോൾ അത് തൊട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കി വയ്ക്കാം. ബാക്കി നെയ്യ് ഇതിലേക്ക് ഇടാം. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ മൈദ കുറേശ്ശായിട്ട് ഇതിലിട്ടിട്ട് കുഴച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി പൊരിച്ച് വെക്കുകയാണെങ്കിൽ 1 മാസം വരെയൊക്കെ ഇത് കേടാവാതെ ഇരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇപ്പോൾ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള മാവ് എടുത്തതിന് ശേഷം അത് നമ്മൾ കൈയിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക, ബോൾ പോലെ. അതിന് ശേഷം അത് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി അച്ചിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ മാവ് മുഴുവൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ ഒന്നിച്ച് റോൾ ചെയ്ത് വെച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് റോൾ ചെയ്ത് വെച്ച് അത് അച്ചിൽ വെച്ച് ഉണ്ടാക്കി പൊരിച്ചെടുത്തതിന് ശേഷം അടുത്തത് ഉണ്ടാക്കിയാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്ത് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അച്ചിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോവും. ഇതാണ് നമ്മൾ കാരക്കപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അച്ച്. ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഇതുപോലെ ക്രോസ് ആയിട്ടുള്ള ഡിസൈൻ തന്നെ വേണമെന്നില്ല. മരം കൊണ്ട് നമുക്കിങ്ങനെ നീളത്തിലുള്ള ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ശരിക്കും കാരക്കൻ്റെ പോലത്തെ ഡിസൈനായിട്ട് വരും. ഇനിയിപ്പോൾ ഈ അച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്കിൻ്റെ മേലെ വെച്ചിട്ടോ, അതാകുമ്പോൾ കുറച്ചും കൂടി മാവിൻ്റെ വലിപ്പം കുറയ്ക്കുക. എന്നിട്ട് ഫോർക്കിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോലുള്ള അരിപ്പ അതിൻ്റെ മേലൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളുടെ ടോയ്സ് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ മേലെ ഡിസൈൻ ഉള്ളതുണ്ടെങ്കിൽ അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതൊന്നും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഉന്നക്കായ ഉണ്ടാക്കുന്ന പോലെ അപ്പോൾ അത് കയ്യിൽ വെച്ച് റോൾ ചെയ്ത് കുറച്ചും കൂടി ഒരു നീളത്തിലാക്കിയിട്ട് ചെറിയൊരു ഉന്നക്കായൻ്റെ പോലെ ആക്കിയിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പം ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് ഈ അച്ചിൻ്റെ മേലെ ഈ മാവ് വെച്ചതിന് ശേഷം ഈ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസൈൻ ഇതിൻ്റെ മേലെ ഇതുപോലെ വരും. എന്നിട്ട് 2 സൈഡും നമുക്കൊന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ പൊരിച്ചെടുക്കുമ്പോൾ അത് തുറന്നു പോകാൻ ചാൻസ് ഉണ്ട്.
ഇനി നമുക്ക് വേറെ രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ തന്നെ അടിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. നമുക്ക് എങ്ങനെ നമ്മളെ കയ്യിൽ നമുക്ക് ചെയ്യാൻ കംഫർട്ടായിട്ടുള്ള അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അരിപ്പയുടെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കാം. 2 സൈഡും ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഡിസൈനായിട്ട് വരും. ഇനി നമുക്ക് ഫോർക്കിൻ്റെ മേലെയാണെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഡിസൈനായിട്ട് വരും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടി പോവാതെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളെ കാരക്കപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ അധികം മൊരിച്ചിലുണ്ടാവില്ല. പക്ഷേ അത് വിചാരിച്ച് നമ്മളിത് കൂടുതൽ മൊരിയിക്കണ്ട. ഇത് ചൂടാകുമ്പോഴേക്കും അതിന് മൊരിച്ചിൽ പാകമായിട്ട് കിട്ടും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം ഞാൻ അടുത്ത ബാച്ച് പൊരിക്കാനിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ പൊരിച്ച ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും എണ്ണ ഇങ്ങനെ പതഞ്ഞ് പൊന്തി വരും. അത് നമ്മൾ ഈ മാവിൽ നെയ്യ് ചേർക്കുന്ന കാരണമാണ് അങ്ങനെ പതഞ്ഞ് വരുന്നത്. അപ്പം നമുക്കതിൻ്റെ മൊരിച്ചിൽ ശരിക്കും മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് അരിപ്പയിൽ ഒരെണ്ണം എടുത്ത് മേലേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ കളർ നോക്കിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ കാരക്കപ്പം ഫുള്ള് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും കാരക്കപ്പം ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വലിയ കോഴിമുട്ട ആവരുത്. കോഴിമുട്ട വലിപ്പം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ മാവ് കുഴച്ച് വരുമ്പോൾ നനവ് കൂടുതലായിരിക്കും. അങ്ങനെ നനവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മൈദ ഇട്ടിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. കഴിയുന്നതും ചെറിയ മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു മീഡിയം സൈസായാലും കുഴപ്പമില്ല. വലിയ മുട്ട ആകുമ്പോഴാണ് നനവ് കൂടുതലായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.